ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വേദനയും നീരുവെള്ളം അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും റസീനയും പിന്നെ അസ്ലും ഐഷും കൂടിയിട്ടാണ് പോണത്. പിന്നെ നമ്മൾ ദയ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമല മുതൽ നമ്മളെ ശോഭ സിറ്റി കഴിയണ വരെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. വീട്ടിൽ നിന്ന് 8:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും 10:30 കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കേട്ടോ അത്രയും നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു. നമ്മൾ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, കാരണം പൂജ ഹോളിഡേയ്സിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ബ്ലോക്കിൽ തന്നെ പെട്ടു കേട്ടോ. ഈ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് കൂടുതലും ബ്ലോക്ക്. ഈ ഒരു ശോഭയുടെ ഈ ഭാഗത്ത് നല്ല ബ്ലോക്കാണ്. റോഡ് പണി നടക്കണ കാരണം കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക്. തൃശ്ശൂർക്കോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കോ ഒക്കെ പോണ ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാവും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 40 ടോക്കന് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നാലും സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പ്രശ്നമൊക്കെ കാരണം വേഗം ഡോക്ടർ വിളിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ട് പിന്നെ ഇതാ മെഡിസിനൊക്കെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പഴുപ്പ് കുറച്ചുണ്ടായിരുന്നു, ഉള്ളിൽ സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ സ്റ്റിച്ച് ദ്രവിച്ച് പോണതായിരുന്നു. പക്ഷെ അതിൽ ചിലവർക്ക് അലർജി വരും അത്ര, അപ്പം അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങി. അപ്പം തന്നെ ഒരു ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ചായയും ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഗുളിക കഴിച്ചിട്ടാ. വലിയ കുഴപ്പമില്ല, അത് ഓക്കെ ആയിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോന്നു. വേഗം ഡോക്ടറെ കണ്ട കാരണം നമുക്ക് ഉച്ചയാകുമ്പോഴത്തേന് എത്താൻ പറ്റിയിട്ടാ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അവളെയും കൂടി കണ്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് വേറെ ആരുമില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ചങ്ക് അച്ചുവാണ് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവളവിടെ മുത്തൂറ്റ് ഫിനാൻസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളവിടെ ഇറങ്ങി നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട്. തൃശ്ശൂർക്ക് എപ്പോൾ പോകുന്നുണ്ട് വെച്ചെങ്കിലും അവളെ കണ്ടിട്ടേ പോകാറുള്ളൂ. പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ആയിട്ട് അവളെ കണ്ടിട്ട് 2 സെൽഫി എടുത്തല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവളെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുഞ്ഞുമാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇന്നെ മറക്കും. പിന്നെ കുഞ്ഞുമാനെ ഏറ്റവും കൂടുതലും സംസാരിക്കുക. അങ്ങനെ എല്ലാവരുമായിട്ടും സംസാരിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടാ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചതായി വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്രാവൽ ചെയ്ത് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അവർ പഴുപ്പൂത്തൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേദന വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടാണ് എന്തിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ ലൈപ്പോമ സർജറിയാണ്. അത് സാധാരണ ചെയ്താൽ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഇതിൻ്റെ മസിലിൻ്റെ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാരണം അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളും റിസ്ക്കും ഉണ്ടായിരുന്നു സർജറിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ല കേട്ടോ. പക്ഷേ അധികം എന്താ പറയുക പെയിനോ കാര്യങ്ങളൊന്നും ഇതിന് ഉണ്ടാവാറില്ല ഈ സർജറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഇങ്ങനെ ആഴത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ട്യൂബ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് സ്റ്റിച്ചൊക്കെ എടുത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കും സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അലർജി വരും അത്ര, അങ്ങനെ പഴുപ്പ് വന്നതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ വന്ന ക്ഷീണം ആ വേദന കാര്യങ്ങളൊക്കെ കൊണ്ട് ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചാൽ ഓക്കെ ആവും തന്നെയാണ് പറഞ്ഞത് ഡോക്ടർ. പിന്നെ തണ്ടൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിടക്കലിരിക്കല് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കേട്ടോ. പിന്നെന്താ വേറെന്താ, ഇനി അങ്ങോട്ട് വീഡിയോസ് റെഗുലറായിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ ഒരു പ്രശ്നം കൊണ്ട് ഇടയ്ക്ക് തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നത് കാരണം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ വീഡിയോസ് ഇടുന്നാണ് വിചാരിക്കുന്നത്. കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടാ എന്താ വീഡിയോസ് ഇടാത്തതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതിനാണോ ചീത്തതിനാണോ ചോദിക്കണമെന്ന് അറിയില്ല. കാരണം ചില ആൾക്കാർ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് സ്റ്റോപ്പായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ചിലർക്ക് കളിയാക്കലുണ്ട്. അത് വലിയ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേ അങ്ങനത്തെ ചോദ്യം. കാരണം നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇടും, കിട്ടാത്തും പെടില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ. അതാണ് എനിക്ക് എൻ്റെ അസുഖത്തിൻ്റെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് കുറേ പേരുണ്ടായിരുന്നു. അവർ ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഒരു ആൾക്കാർ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹമല്ലേ അത് അതേപടി തിരിച്ച് കിട്ടും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം. നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെയുള്ള സപ്പോർട്ട്. നമുക്കൊന്ന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത് അതിൽ തന്നെ നമുക്ക് പാതി അസുഖം മാറും. പിന്നെ പാതി നമ്മൾ റെസ്റ്റ് എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ടിയ ടൈം. ആൾക്കാർ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാൻ
തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈം. കാരണം ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, ആരൊക്കെ നമ്മളെ കൂടെ ഇല്ല, അതൊക്കെ നമുക്കൊരു ഈ ഒരു പീരീഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയാൻ എൻ്റെ അമീർക്ക് എനിക്ക് നമ്മൾ സർജറിക്ക് പോകുമ്പോൾ തൊട്ടിട്ട് എനിക്ക് ഒരു 5-8 ദിവസം കൂടെ നിന്ന് മാറാതെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിരുന്നതും എല്ലാതും കൂടെ നിർത്തി ആ ഒരു ബലമായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടും പിന്നെ കുറേ പേര് പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ്റെ ആൾക്കാരുടെ എല്ലാവരുടെയും. അതുകൊണ്ടൊക്കെയാണ് എന്താ പറയുക, മല പോലെ വന്നത് മഞ്ഞ് പോലെ പോകുക പറയില്ലേ, അങ്ങനെ ആയി തീർന്നത്. എന്തായാലും ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇനിയൊരു ഇത് കഴിഞ്ഞാൽ ഒരു ക്ഷീണവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മുന്നേ കണ്ട ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ആവും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.